ബിൽക്കീസ് എന്ന രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ഖുർആൻ പറയുന്നു, ജിന്നുകളിൽപ്പെട്ട ഒരു വമ്പൻ, ഒരു മല്ലൻ, അദ്ദേഹം പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട്, നബിയേ അന ആതീക ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ബിൽക്കീസിന്റെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം നബിയേ. നബിയെ, തങ്ങളെ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് സിംഹാസനം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ സിംഹാസനം ഉള്ളത് എവിടെയാണ്? 2 മാസത്തെ വഴിദൂരമുണ്ട് അന്നത്തെ കാലത്ത് ബിൽക്കീസിന്റെ സിംഹാസനം ഉള്ള ഇടത്തേക്ക്. യമനിലെ സബ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇന്നത്തെ യാത്രാ സംവിധാനങ്ങളില്ല, ഇന്നത്തെ നൂതന സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തണമെങ്കിൽ 2 മാസക്കാലത്തോളം ദൈർഘ്യമുണ്ട്. ആ 2 മാസക്കാലത്തോളം സഞ്ചരിച്ച് 7 കൊട്ടാരങ്ങൾക്കുള്ളിൽ ഭദ്രമായി കൊട്ടിയടക്കപ്പെട്ട വിധത്തിൽ വളരെ സുഭദ്രമായി വെച്ച ബിൽക്കീസിന്റെ സിംഹാസനം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ അല്ലെങ്കിൽ ഒരു വമ്പൻ പറഞ്ഞു. എത്രയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരിക്കുന്ന സമയം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ. 2 മാസത്തെ വഴിദൂരമുള്ള സംഗതി 3 മണിക്കൂർ കൊണ്ട് ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇത് കറാമത്തല്ല, ഇത് അത്ഭുതമല്ല. രാജാതിരാജനായ റബ്ബ് എനിക്ക് തന്ന കഴിവുണ്ട്, ശക്തിയുണ്ട്, എനിക്കതിന് കഴിയും നബിയേ. അതുകൊണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ബിൽക്കീസിന്റെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് പോരാ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഖാല റജുലുൻ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആത്മജ്ഞാനിയായ മാരിഫത്ത് രുചിച്ച മഹാനായ ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറയുകയാണ്, നബിയേ അങ്ങ് കണ്ണ് തുറന്ന് അടക്കുന്നതിന് മുമ്പ് ബിൽക്കീസിന്റെ സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം നബിയേ. ഇത് ജിന്നല്ല. ആദ്യം പറഞ്ഞത് ജിന്നാണ്. രണ്ടാമത് പറഞ്ഞതോ ആസിഫ് ഇബ്നു ബർഖിയ എന്ന ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ കറാമത്ത്, ഈ കറാമത്ത് ഒരാൾ നിഷേധിച്ചാൽ അയാൾ പരിശുദ്ധ ഇസ്ലാമിന്റെ മലർവാടിക്ക് പുറത്താണ്. പച്ചക്ക് പറഞ്ഞാൽ അയാള് കാഫിറാണ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഔട്ടാണ്. എന്റെ കാരണോ ഖുർആൻ സ്വരീഹായി പറഞ്ഞ കറാമത്താണിത്. അങ്ങനെയൊന്നും ഉണ്ടാവൂല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന്റെ ദീനിന് അന്യനാണ്. പറഞ്ഞ സമയം നോക്കൂ നിങ്ങൾ. ഈ സദസ്സിൽ വന്നിരുന്ന എത്ര സമയം നമ്മൾ കണ്ണടച്ചു തുറന്നു? നമ്മൾ അറിയുന്നുണ്ടോ? എണ്ണമെടുക്കുന്നുണ്ടോ? ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ് കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഞാൻ കൊണ്ടുവരാം നബിയേ. അത് കേവലം ഒരു വർത്തമാനമല്ല. മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം എന്ന അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട ഇസ്മ വിളിച്ച് രാജാതിരാജനായ റബ്ബിനോട് ചോദിക്കേണ്ട താമസോ? 2 മാസത്തിലധികം വഴി ദൂരമുള്ള യമനിലെ സബ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിൽഖീസിന്റെ സിംഹാസനോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തുകയാണ്. ഇത് ഖുർആൻ പറഞ്ഞ കറാമത്താണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ച കറാമത്താണ്. ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീൻ മാലോകരിലേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി വന്നവർ അംബിയാ മുർസലീങ്ങളാണ്. അംബിയാ മുർസലീങ്ങൾ ദീൻ പ്രചരിപ്പിച്ചത് മുഅ്ജിസത്തിലൂടെയാണ്. എന്നാൽ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൽ അംബിയാ ആയി വന്നതിന് ശേഷം പിന്നീട് ദീനിന്റെ പ്രബോധകർ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എങ്ങനെയാ ദീൻ പ്രചരിപ്പിച്ചത്? അമ്പിയാക്കളെ മോചിതത്തിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കറാമത്തുകളിലൂടെ ദീൻ പ്രചരിപ്പിച്ചു. നിങ്ങൾ നോക്ക്, പള്ളി
പള്ളി ദർസുകളിലെല്ലാം കിതാബ് ഓതുന്ന കിതാബല്ലേ ഫത്ഹുൽ മുഈൻ. മഹ്ദൂം കുടുംബം കേരളീയർക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. മഹ്ദൂം പൊന്നാനി മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ പഴയ പള്ളി. ആ പള്ളിയും മഹ്ദൂമങ്ങളെ ഏകദേശം ഈ സദസ്സിലുള്ള ആളുകൾ സിയാറത്ത് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സിയാറ ചെയ്യേണ്ട മഹാനല്ലേ മഹാനായ മഹ്ദൂമങ്ങൾ. നോക്കൂ നിങ്ങൾ, മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ ആ പ്രശസ്തമായ പള്ളി വന്നതിന്റെ പിന്നിലും ഒരു കറാമത്തില്ലേ. അന്നത്തെ നാട്ടുരാജാവിന്റെ ഭാര്യക്ക് സുഖമില്ലാതെ നേരാത്ത നേർച്ചകളില്ല, നടത്താത്ത ചികിത്സകളില്ല, എല്ലാം നടത്തി പരാജയപ്പെട്ടപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറയുകയാണ്, മഹ്ദൂമങ്ങളോടൊന്ന് എന്ന് പറഞ്ഞാൽ ആദരവിന്റെ ഭാഗമായി മുസ്ലിമീങ്ങൾ പോലും വല്യമ്രാൻ എന്ന് വിളിക്കുന്ന മഹ്ദൂമങ്ങളോടൊന്ന് ചെന്ന് പറഞ്ഞേക്ക്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരൽപ്പം വെള്ളം മന്ത്രിച്ചോതി കിട്ടിയാൽ രോഗത്തിന് ശമനം കിട്ടും, സംശയം വേണ്ട. സുബ്ഹാനല്ലാഹ്. നാട്ടുരാജാവ് മഹ്ദൂമങ്ങളെ സമീപിക്കുകയാണ്. സമീപിച്ചിട്ട് പറയുന്നു, എന്റെ ഭാര്യക്ക് സുഖമില്ല, ഞാൻ ഒരുപാട് ചികിത്സിച്ചു മടുത്തു, ഒരു ഫലവുമില്ല, ശമനവുമില്ല. നിങ്ങളെ സമീപിച്ചാൽ റിസൾട്ട് കിട്ടും, രോഗം ശിഫയാകുമെന്ന് ആളുകൾ പറയുന്നു, ഒന്ന് പരിഗണിക്കണേ. മഹ്ദൂമങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, രോഗത്തിന് ഞാൻ ശിഫ തരാം, ശമനം നേടിത്തരാം, പക്ഷേ രോഗം സുഖമായാൽ നിങ്ങൾ എന്ത് നൽകും? സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹം നാട്ടുരാജാവാണല്ലോ. മഹ്ദൂമങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നേക്കാം. എന്ത് ചോദിച്ചാലും ആ ചോദിക്കുന്നത് ഞാൻ തന്നേക്കുമെന്നു മഹ്ദൂമങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ചെന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ഇവിടെ സുജൂദ് ചെയ്യാൻ ഒരു പള്ളി വേണം. ആ പള്ളി ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു മരം വേണം. ആ മരം നിങ്ങളുടെ ഇന്നാലിന്ന സ്ഥലത്തുള്ള ഒരു മരം ഞാൻ കണ്ടിട്ടുണ്ട്, ആ മരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നാട്ടുരാജാവ് ആദ്യം പറഞ്ഞു, ഓ, തരുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. പിന്നീട് അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു, ആ മരത്തിന്റെ ചുറ്റുഭാഗത്തും ഞങ്ങളുടെ കുലദൈവങ്ങളുടെ പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകൾക്ക് ഒരു തടസ്സം വരാത്ത വിധത്തിൽ, അതിന് പോറലേൽക്കാത്ത വിധത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ മരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, തടസ്സമില്ല. മഹ്ദൂമങ്ങൾ പറഞ്ഞു, അത് ഞാൻ ഏറ്റു, തരാൻ നിങ്ങൾ ഒരുക്കമാണോ? അതിന്റെ ചുറ്റുഭാഗത്തും ഒരു കേടുപാടും വരാത്ത വിധത്തിൽ മരം എടുക്കൽ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ഞാൻ ഏറ്റിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹ്ദൂമങ്ങൾ വെള്ളം മന്ത്രി ചോദിക്കൊടുക്കുകയാണ്. ആ വെള്ളം കുടിക്കേണ്ട താമസോ നാട്ടുരാജാവിന്റെ ഭാര്യയുടെ അസുഖം മാറുകയാണ്. അസുഖം മാറി മഹ്ദൂമങ്ങൾ എല്ലാ ആളുകളെയും പരിസരത്തുള്ള മുഅ്മിനീങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ടൊരു നിർദ്ദേശം കൊടുക്കുന്നു. ഇന്നത്തെ പാതിരാവിൽ എന്ത് അപശബ്ദങ്ങൾ കേട്ടാലും നിങ്ങൾ ആരും വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും വീട്ടിൽ ഭദ്രമായിരിക്കണേ. സുബ്ഹാനല്ലാഹ്. നാലിമീങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ മറുപുറം തേടലില്ലല്ലോ. ആ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കലല്ലേ പതിവ്. ആളുകളെല്ലാവരും മഹ്ദൂമങ്ങളുടെ നിർദ്ദേശം കേട്ടു. പാതിരാ സമയമായപ്പോ ശക്തമായ കൊടുങ്കാറ്റുണ്ട്, അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ആരും പുറത്തിറങ്ങിയില്ല. നേരം പുലർന്നു. സുബ്ഹിയായപ്പോൾ മഹ്ദൂമങ്ങൾ നാട്ടുകാരെ വിളിച്ചു. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി വേണമല്ലോ, നിസ്കരിക്കാൻ ഒരു മസ്ജിദ് വേണമല്ലോ. ആ മസ്ജിദിന് ആവശ്യമായ മരം നമ്മുടെ നാട്ടുരാജാവ് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ മരത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള ക്ഷേത്രങ്ങൾക്ക് പരിക്ക് വരാത്ത വിധത്തിൽ നമ്മളോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ മരം ഇന്നലെ രാത്രി നടന്ന കൊടുങ്കാറ്റിൽ കടപുഴകി കടലിൽ വന്ന് പതിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ശ്രമദാനമായി ആ മരം കരക്കടുപ്പിക്കണോ. സുബ്ഹാനല്ലാഹ്. മഹ്ദൂമങ്ങൾ പൊന്നാനിയിലെ മുഅ്മിനീങ്ങളെയും കൂട്ടി കടപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആ മരം കടലിൽ വന്ന് പതിച്ചിട്ടുണ്ട്. ഇന്നും ആ സ്ഥലത്തിന്റെ പേര് മരക്കടവ് എന്നാണ്. മരക്കടവ് എന്ന പേരിൽ ആ സ്ഥലം അറിയപ്പെടാനുള്ള കാരണം ഇതാണ്. ആ മരം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് പൊന്നാനിയിലെ പള്ളി. മുഅ്മിനീങ്ങളെ, ഞാനിത് പറഞ്ഞത് അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് ശേഷം ദീൻ പ്രചരിപ്പിച്ചത് കറാമത്തുകളിലൂടെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ
മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ ഫമു ശരീഫിൽ നിന്ന് കലിമ ഏറ്റുചൊല്ലി വിശ്വസിച്ച ആളുകൾ 90 ലക്ഷത്തോളം ആളുകൾ മഹാനവറുകളുടെ വായിൽ നിന്ന് കലിമ കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നതായി കാണാം. ഒന്നല്ല രണ്ടല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഖാജാ തങ്ങളുടെ ഫമു ശരീഫിൽ നിന്ന് കലിമ കേട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അറിയില്ലേ നമുക്ക് ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുന്നിൽ നിന്ന് ദീനിന്റെ പ്രബോധനത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ തടസ്സം നിന്നു. വുളു എടുക്കാനുള്ള വെള്ളം ചോദിച്ചപ്പോൾ തടസ്സം നിന്നു. അജ്മീർ സിയാറ ചെയ്ത ആളുകൾ അനാസാഗർ തടാകം കണ്ടതല്ലേ, അതിൽ നിന്ന് വെള്ളം അങ്ങ് കോരിയെടുക്കേണ്ട താമസോ. ആ രാജസ്ഥാൻ പ്രദേശത്തുള്ള സകല വെള്ളത്തിന്റെ ഉറവുകളും വറ്റി വരണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അമ്മിഞ്ഞു കൊടുക്കുന്ന സഹോദരിമാരുടെ മുലപ്പാൽ വരെ വറ്റി വരേണ്ടതിന് ശേഷോ രാജ്യം ഭരിക്കുന്ന രാജാവിന് ഇവിടെ എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്, എന്തോ ഒരു ദുരന്തം വരാനുണ്ട്. ആളുകൾ പറഞ്ഞില്ലേ, നിങ്ങളെ തടസ്സം നിന്നത് അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു അസാധാരണ മനുഷ്യനാണ്. ക്ഷമാർപ്പണം നടത്തിയാൽ ഒരുപക്ഷേ ഈ ദുരന്തത്തിന് വിരാമമിടാൻ കഴിയൂ. മഹാനവറുകൾ ഖാജാ തങ്ങൾ കോരിയെടുത്ത വെള്ളം മനാസാഗർ തടാകത്തിലേക്ക് വീണ്ടും ഒഴിക്കേണ്ട താമസോ. അല്ലാ അല്ലാ, വറ്റി വരണ്ടുപോയ സകല ജലത്തിന്റെ സ്രോതസ്സുകളും വീണ്ടും സജീവമായില്ലേ. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നില്ലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്, ഔലിയാക്കളുടെ ലോകോ, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അത് വല്ലാത്തൊരു ലോകമാണ്. ഔലിയാക്കളുമായുള്ളൊരു കണക്ഷൻ, അതാണ് ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതൽക്കൂട്ട്. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോവുകയില്ല. സയ്യിദവറുകൾ പരിസരത്തുണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്കും പാരായണം ചെയ്ത് സുന്നത്തുള്ള സൂറത്ത് ഒരുപക്ഷേ സദസ്സിലിരുന്നോ അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പോ ഈമാനുള്ള ബാപ്പമാർ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവോ? ലോകത്തുള്ള ഏത് ദിക്കിലും മുഅ്മിനീങ്ങളുണ്ടോ, ആ മുഅ്മിനീങ്ങൾക്കെല്ലാം സയ്യിദുൽ അയ്യാമായ വെള്ളിയാഴ്ച രാവിലും പകലിലും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്ന സംഭവം ഏതാണ് അറിയുമോ ഉമ്മമാരെ, അറിയുമോ ബാപ്പമാരെ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഖല്ലദായ നജസായി ഗണിക്കപ്പെടുന്ന ഒരു നായയുടെ ചരിത്രമല്ലേ സൂറത്തുൽ കഹ്ഫിൽ രാജാതിരാജനായ റബ്ബ് പഠിപ്പിക്കുന്നത്? ഒരു നായയുടെ കഥയല്ലേ സൂറത്തുൽ കഹ്ഫിലൂടെ റബ്ബ് പറയുന്നത്? അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയപ്പെട്ട ഗുഹ എന്നല്ലേ, ഗുഹാനിവാസികളുടെ കഥ പറയുന്നത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അക്രമിയായ രാജാവിൽ നിന്ന് അഭയം തേടി പോകുന്ന ചെറുപ്പക്കാർ ജീവന്റെ രക്ഷ കൊണ്ട് ഓടിപ്പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത നായ സുബ്ഹാനല്ലാഹ് അവര് കല്ലെടുത്ത് ആട്ടി ഓടിക്കുകയാണ്. പക്ഷേ നായ പിന്തിരിഞ്ഞു പോകുന്നില്ല. വീണ്ടും വീണ്ടും എറിഞ്ഞപ്പോൾ മനുഷ്യര് സംസാരിക്കുന്നത് പോലെ ഈ നായ സംസാരിക്കുകയാണ്. ലാ തത്റുദൂനി ഇന്നി ഉഹിബ്ബു മൻ അഹബ്ബല്ലാഹ്. നിങ്ങൾ എന്തിനാ എന്നെ ആട്ടി ഓടിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ കല്ലെടുത്തെറിയുന്നത്? ഞാൻ നിങ്ങളെ മലിനമാക്കാൻ വേണ്ടി കൂടെ വന്നതല്ല, നിങ്ങളെ നജസാക്കാൻ വേണ്ടി ഒപ്പം കൂടിയതല്ല, മറിച്ച് ഇന്നി ഉഹിബ്ബു മൻ അഹബ്ബല്ലാഹ്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി കാവലായി കൂടെ വന്നതാണ്. അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ കല്ലെടുത്ത് ആട്ടി ഓടിക്കേണ്ടതില്ല. ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വഖൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. ആ ചെറുപ്പക്കാർ ഗുഹയിലേക്ക് അങ്ങ് അഭയം പ്രാപിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഈ നായ അവരോടൊപ്പം ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയല്ല, ഗുഹാമുഖത്ത് കാവലിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഗുഹാമുഖത്ത് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി നായ കാവലിരുന്നില്ലേ? ഈ നായയുടെ പ്രത്യേകത എന്താണ്? നാളെ ആഖിറത്തിൽ വരുമ്പോൾ
ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രാജാതിരാജനായ റബ്ബ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സുഖ സൗകര്യങ്ങളുടെ പറുദീസയായി ഒരുക്കി വെച്ച സ്വർഗമില്ലേ? ആ സ്വർഗത്തിൽ മനുഷ്യരല്ലാത്ത 10 ജീവജാലങ്ങളുണ്ട്, വിരലിൽ എണ്ണാവുന്ന 10 ജീവികളുണ്ട്. ആ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിത്മീർ എന്ന് പേരുള്ള സൂറത്തുൽ കഹ്ഫ് പഠിപ്പിക്കുന്ന ഈ നായയല്ലേ? എന്തേ കാരണോ? ഇമാമികൾ എഴുതി വെച്ചത് കണ്ടോ നിങ്ങൾ? മഹബ്ബത്തൽ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചു എന്നതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ചു എന്നതുകൊണ്ടാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തട്ടെ, ഇവിടെ അജ്മീർ ഖാജാ തങ്ങളെ പറ്റി പറയുന്ന മജ്ലിസല്ലേ? അതുപോലെ പുന്നാര നബി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തെ എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് നടന്നത് മിഅ്റാജ് അല്ലേ? ആ മിഅ്റാജ് നേർച്ചയും ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ അനുസ്മരണവുമല്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നു, കേരളത്തിൽ മിഅ്റാജ് നേർച്ച എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സംവിധാനം ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷദായകമായി ചരിത്ര മുഹൂർത്തത്തെ മാലോകർക്ക് പഠിപ്പിക്കുന്ന വിധത്തിൽ ഇത് കേരളീയർക്ക് പരിചയപ്പെടുത്തിയത് മഹാനായ വടകര മുഹമ്മദാജി തങ്ങളാണ്. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വടകര മുഹമ്മദാജി തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളും അഭിനന്ദരായ ഉസ്താദവറുകളൊക്കെ മുഹമ്മദാജി തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കുറേ വർഷം ദർസ് നടത്തിയവരാണ്. അവിടുത്തെ ഒരു ഗുരുത്വവുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിന്റെ ജീവിതത്തിലെ ഈ വലിയ ഉന്നതിയും പുരോഗതിയും ഒക്കെ അല്ലാഹു തആല മഹാന്മാരുടെ ഒരു മദതും തർബിയത്തും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വടകര മുഹമ്മദാജി തങ്ങളാരാ? ആർക്കാ മുഹമ്മദാജി തങ്ങളെ പറ്റി അറിയാത്തത്? ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഭിനന്ദരായ സുഹൈൽ അസ്ഹരി ഉസ്താദും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഹറമിൽ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നു. എന്നാ ഒരുമിച്ച ഘട്ടത്തിൽ മക്കത്തുൽ മുക്കറമയിൽ അവിടെ ഹയാത്തുള്ള സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആത്മീയ മജ്ലിസുണ്ട്. നല്ല റാഹത്തുള്ള വെറുതെ മജ്ലിസ്. 4444 നാരിയത്ത് സ്വലാത്ത് റാഹത്തോടുകൂടെ ചൊല്ലി തീർക്കുന്ന മജ്ലിസ്. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് പറഞ്ഞ് യാ ലത്തീഫ് എന്നുള്ള ഇസ്മത്തിന്റെ അദദ് ചൊല്ലി തീർത്ത് ദുആ ചെയ്യുന്ന മജ്ലിസ്. ആ മജ്ലിസിൽ ചെന്നിരിക്കുമ്പോൾ അവിടുന്ന് മദ്ഹ് പാടുമ്പോൾ ഹബീബായ തങ്ങളുടെ ഖുബ്ബത്തുൽ ഖുദ്റ നമ്മളെ ഖൽബിൽ ഇങ്ങനെ കാണാൻ കഴിയും. അത്രയും റാഹത്തുള്ള മജ്ലിസ്. ആ മജ്ലിസിന് നേതൃത്വം നൽകുന്നതാരാ? ഒരു മലയാളിയാണ്. ആ മജ്ലിസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഒരു മലയാളിയാണ്. ആരാണ് അദ്ദേഹം? ബഷീർ ഹാജി എന്ന് പറയും. ബഷീർ ഹാജി ആരാണ്? വടകര മുഹമ്മദാജി തങ്ങളുടെ കുരുത്തവും പൊരുത്തവും കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. ഹജ്ജിന് പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ പാസ്പോർട്ടിലെ രേഖകളൊന്നുമില്ല, നിങ്ങൾ ഹജ്ജിന് പോകും എന്ന് വടകര മുഹമ്മദാജി തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു പറയുകയും റെയിൽവേ സ്റ്റേഷനിലെത്തി കയ്യിലൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ പുറപ്പെടുമ്പോൾ TTR കയറിക്കോന്ന് പറഞ്ഞ് കയറി മുംബൈയിലെത്തി കപ്പൽ പോകുമ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളോടൊക്കെ പരിചയപ്പെട്ട് പോരിയൊന്നു കപ്പലിൽ കയറ്റി കൊണ്ടുപോയി. നിങ്ങളെ മക്കത്തെത്തും, രാജാവിന്റെ സേവകനായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാകും, നിങ്ങൾ ഹജ്ജ് ചെയ്യും എന്നൊക്കെ വടകര മുഹമ്മദാജി തങ്ങളെ പ്രഖ്യാപിക്കുകയും അത്ഭുതകരമായി ആ കറാമത്തിന് കൃത്യമായി ഭാഗമാവാൻ കഴിയുകയും ചെയ്ത മഹാനാണ്, വ്യക്തിത്വമാണ് ബഷീർ ഹാജി. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ അസ്ഹരി ഉസ്താദി മജ്ലിസിലുണ്ട്, ഞങ്ങൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളുടെ ലോകം അതൊരു വല്ലാത്ത ലോകമാണ്. നമുക്കൊക്കെ ഏറെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അമല് ഔലിയാക്കളോടുള്ള മഹബ്ബത്താണ്. മഹബ്ബത്തിന് അല്ലാഹുവിന്റെ ദീനിൽ വലിയ സ്ഥാനമുണ്ട്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. മഹബ്ബത്തിന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുത്തനബിയുടെ ഫമു ഷരീഫിൽ നിന്ന് സ്വഹാബത്തെ കിറാമായ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ വാക്ക് അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന വാക്കായിരുന്നു.
ഒരാൾ വന്ന് ചോദിച്ചില്ലേ, അത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, നബിയേ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ പര്യവസാനം എപ്പോഴാണ്? ഹബീബായ തങ്ങൾ ആ കൂട്ടുകാരനോട് ചോദിച്ചു, മോനെ ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നതല്ലേ നിന്റെ ചോദ്യം? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. മാദാ അഅദത്ത ലഹാ, എന്താണ് മോനെ നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ കൂടുതൽ നിസ്കരിക്കുന്നയാളല്ല നബിയേ, കൂടുതൽ സക്കാത്തോ അല്ലെങ്കിൽ ദാനധർമ്മമോ ചെയ്യുന്നയാളല്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂല, രാജാതിരാജനായ റബ്ബിനോട് എനിക്കിഷ്ടമാണ്, അല്ലാഹുവിന്റെ ദൂതരെ ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. ഇതങ്ങ് പറയേണ്ട താമസോ? ഹബീബായ തങ്ങളുടെ മറുപടി, മോനെ എന്നാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെയാണോ മഹബത്ത് വെച്ചത് ആ മഹബത്ത് വെച്ചവരോടുകൂടെയാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. സാന്ദർഭികമായി ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, ഈ സദസ്സിൽ വന്ന നൂറുകണക്കിന് ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഓ സഹോദരിമാരെ, ഉമ്മമാരെ, ഹബീബായ തങ്ങളുടെ ഈ വാക്ക് ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. മോനെ നീ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, എന്നാൽ നീ അവരോടൊപ്പമാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് മുത്തുനബി പറഞ്ഞ പ്രയോഗോ, ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമാണ്. നമ്മൾ ആരാധിക്കുന്നതോ നമ്മൾ ഇഷ്ടപ്പെടുന്നതോ ഏതോ സിനിമാ നടിമാരെയാണോ, അല്ലെങ്കിൽ ഏതോ നടന്മാരെയാണോ, അല്ലെങ്കിൽ ഏതോ കളിക്കാരെയാണോ, അവരെവിടെയാണോ അവരോടൊപ്പമാകും നമ്മളും ഉണ്ടാവുക. അതല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ആദരിക്കുന്നതും അല്ലാഹുവിന്റെ ഔലിയാക്കളെയും ആലിമീങ്ങളെയും സാദാതീങ്ങളെയുമാണെങ്കിൽ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവരെവിടെയാണോ ആഖിറത്തിൽ വരുന്നത്, ഏത് സ്വർഗത്തിലാണോ ഉള്ളത്, അവരോടൊപ്പം നമുക്കും സ്വർഗം പുൽകാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും ഈ നാടും പരിസരവും നന്നായി മഹബത്തുള്ളവരാണ്. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും ഉമ്മമാരും നമ്മുടെ സ്ഥാപനത്തിന് മനസ്സറിഞ്ഞ് മഹബത്ത് വെക്കുന്നവരാണ്. എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നവർ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്, അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, മൻ അഹബ്ബ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനന്നാർ, അല്ലാഹു നരകമോചനം കണക്കാക്കിയ ആളുകളെ കാണല് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്കത് സന്തോഷമാണോ? നരകമോചിതരെ കാണണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ, അവരാരിലേക്ക് നോക്കിക്കൊള്ളട്ടെ, മുതഅല്ലിമീങ്ങളിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിന്റെ പ്രൗഢിയായിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഞാൻ എപ്പോഴും ഉണർത്താറുണ്ട്. എന്റെ ഗുരുവര്യർ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. റജബിലാണ് വഫാത്തായത്. നമുക്കൊക്കെ ഒരുപാട് ഉസ്താദുമാരുണ്ടാവുമല്ലോ, കോളേജിൽ പോയാലും കോളേജ് ഉസ്താദുമാരുണ്ടാവും. എന്റെ ഗുരുവര്യന്മാരിൽപ്പെട്ട ഒരു ഗുരുവര്യരുടെ ദർസിന്റെ അനുഭവം ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? കോട്ടക്കൽ കരേക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് ഉസ്താദ് അവറുകളും ധാരാളം മുതഅല്ലിമീങ്ങളും ദർസിന് വേണ്ടി ചെന്ന ഘട്ടം അന്നൊക്കെ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടമാണ്. എനിക്കെന്നെ ഓർമ്മയുണ്ട്, ഞാൻ മഞ്ചേരി പയ്യനാടടുത്ത് വടക്കാങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി ദർസോദാൻ പോകുന്നത്. അന്നൊന്നും പള്ളിയിൽ കടക്കാൻ പായില്ല. പുല്ല് കൊണ്ട് മുടഞ്ഞ പായാണെന്ന് സാധാരണ പള്ളിയിൽ ഉണ്ടാവാറുള്ളത്. കാർപ്പറ്റ് ഒന്നും പള്ളികൾ അങ്ങനെ കാണൂല. പക്ഷെ ആ പായ തന്നെ മുതഅല്ലിമീങ്ങൾ കിടക്കാണ്ടാവില്ല. എന്നിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാ കിടക്കുക. ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോ ചെലവിട്ട ഉമ്മ ചോദിച്ചു, എപ്പോഴാ കിടക്കുക, എന്തിലാ കിടക്കല്, പുതപ്പുണ്ടോ എന്നൊക്കെ വിശേഷം ചോദിച്ചു. അപ്പൊ പ്രായത്തിന്റെ പക്വത ഒരു പ്രശ്നമാണല്ലോ. പക്വതയില്ലാത്തതുകൊണ്ട് അതിന്റെ കഥ ഒന്നും പറയണ്ട, കടന്നുറങ്ങാൻ ഒരുപാട് സമയവും, കിടക്കാനാണെങ്കിൽ പായും പുറത്തും അതൊന്നും ഇല്ല എന്നൊക്കെ ഉമ്മനോട് അങ്ങനെ പച്ചക്ക് പറഞ്ഞു.
അപ്പൊ ഉമ്മ തിരിച്ചു പറഞ്ഞു, സാരല്ല കേട്ടോ, നാളെ ഭക്ഷണത്തിന് വരുമ്പോ ഉമ്മ ഒരു പായ മുടഞ്ഞ് തരണ്ട്, അപ്പൊ അതിൽ കടന്നുറങ്ങാം. പിറ്റേ ദിവസം ഭക്ഷണത്തിന് പോയപ്പോ ഉമ്മ പുല്ല് കൊണ്ടൊരു പായ മുടഞ്ഞുണ്ടാക്കി കവറിൽ മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷായി. ആ പായ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇന്നോട്ട് ഈ പായയിൽ കടന്നോളോണ്ടിട്ടോ. തിരിച്ചാ പായം തൂക്കി പള്ളിയിലേക്ക് പോയപ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ചേറ്റിപ്പടിയിൽ തന്നെ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. എന്താ ജസീലെ കയ്യിലുള്ളത്? ഞാൻ പറഞ്ഞു, ചെലവിട്ട് ഉമ്മ ഒരു പായ മുടഞ്ഞു തന്നതാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് അത് നോക്കി, ഉസ്താദിന് ഭയങ്കര ഇഷ്ടമായി. ഈ പായ ഞാൻ എടുക്കുകയാണ്. അപ്പൊ അൽഹംദുലില്ലാ, ഉസ്താദാണല്ലോ എടുക്കുന്നത്. നിറ മനസ്സോടുകൂടെ അത് ഉസ്താദിന് കൊടുത്തു. പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ചോദിച്ചു, ഇന്നലെ സുഖമായി ഉറങ്ങിയോ, പായയിൽ കിടന്നോ? ഇത് ചോദിച്ചപ്പോ ഉമ്മയോട് പറഞ്ഞു, ഇല്ല, പായ ഉസ്താദിന് നല്ല ഇഷ്ടമായതുകൊണ്ട് ഉസ്താദ് ചോദിച്ചപ്പോ ഞാൻ ഉസ്താദിനങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് കേൾക്കേണ്ട താമസം ഉമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. പള്ളിയിലെ മുദരിസിനാണല്ലോ ഞാൻ മുടഞ്ഞുണ്ടാക്കിയ പായ വിരിച്ചത്. എന്നോട് പറഞ്ഞു, മോനെ, നാളെ ഇന്നൊരു ദിവസം കൂടെ കാത്തു നിന്നാൽ നാളെ ഉമ്മ നല്ലൊരു പായ മുടഞ്ഞു തരുട്ടോ. ഉസ്താദല്ലേ മേടിച്ചത്, മോന് സങ്കടമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തിനാ സങ്കടോ, ഉസ്താദമാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതല്ലേ വലിയ സന്തോഷം. പിറ്റേ ദിവസം ഉമ്മ വന്നപ്പോ ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോ പുല്ലുകൊണ്ട് നല്ലൊരു പായ മുടഞ്ഞുണ്ടാക്കി തന്നു. അല്ലാഹുവേ, ഇങ്ങനെ ഞങ്ങളെ വളർത്തിയ ധാരാളം ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഈ പ്രസംഗ പീഠത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ശരീരത്തിലോടുന്ന മജ്ജയും മാംസവും അർഹമുർ റഹീമായ റബ്ബേ, മക്കളെക്കാൾ ഞങ്ങളെ കൂടുതൽ സ്നേഹിച്ച് ഒരു മീൻ മേടിച്ചാൽ അതിന്റെ തലയും പാലും മാറ്റിവെച്ച് കാതലുള്ളത് ഞങ്ങൾക്ക് ഭക്ഷിപ്പിച്ച ഉമ്മമാരാണ്, ബാപ്പമാരാണ്. മരണപ്പെട്ടു പോയവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവരുടെ തണല് ആഫിയത്തോടെ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഇതെന്റെ മുത്താലിമായ കാലത്തുള്ള അനുഭവമാണ്. ഞാനൊക്കെ ഇപ്പോൾ ഓർക്കലുണ്ട്. നാട്ടിൽ വരുമ്പോ അന്നൊന്നും വീട്ടിൽ കറണ്ടില്ല. പിന്നെ ദർസിൽ പഠിച്ചുകൊണ്ട് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് പെരയിൽ കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ കാണാൻ പോയി. പെരയിൽ ബൾബ് എത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് പോവാ. ഇന്നിപ്പോ അങ്ങനത്തെ ബൾബുകൾ തന്നെ എവിടെയും കാണല്ലോ, എല്ലായിടത്തും ട്യൂബായി പോയി. അന്നൊക്കെ സാധാരണ ബൾബാണ്, 60 വാൾട്ട് 10 ഇങ്ങനൊക്കെ ഓരോ വാൾട്ട് പറഞ്ഞിട്ടുള്ള ബൾബുകളാണ്. ഏതായാലും വീട്ടിൽ കയറി ചെന്നിട്ട് ചപ്പൊന്നുള്ള വൈകുന്നേര സമയം ഉമ്മ കയറി വരുമ്പോ ഉമ്മയുടെ കയ്യിൽ ഒരു കവർ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, അന്ന് വീട്ടിൽ ഉത്സവമാണ്, പെരുന്നാളാണ്. എന്തിന്റെ കവറാണ്? മന്തിയുടെ കവറല്ല, മത്തിമീന്റെ കവർ കണ്ടാൽ അന്ന് വീട്ടിൽ ഉത്സവമാണ്. ഇന്നത്തെ കാലത്ത് അഥവാ മത്തി എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ ചിലപ്പോൾ തിരിച്ചു ചിന്തിച്ചാലും മന്തി എന്ന് പറഞ്ഞത് മത്തി എന്നായതായിരിക്കും. അന്ന് മന്തി എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫുഡ് തന്നെ ആർക്കും അറിയില്ല. അങ്ങനെ മത്തിമീൻ കൊണ്ടുവന്ന് ഉമ്മ ചാക്കൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് പൊരിച്ചിട്ട് അലുമിനിയത്തിന്റെ ഒരു വട്ട പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയിട്ട് നിലത്തൊരു പലകെട്ട് വരും. എന്നിട്ട് ആ പലകെട്ട് എന്നിട്ട് ഉമ്മന്റെ കുട്ടികൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു ഉമ്മ ചോറ് വിളമ്പി തരുമ്പോൾ എന്റെ സദസ്സിലുള്ള പക്വതയെത്തിയ മക്കളെ, ആ മത്തിമീന് പ്ലേറ്റിൽ കാണുമ്പോൾ ഒരു ആനന്ദമുണ്ട്, മനസ്സിലൊരു സന്തോഷമുണ്ട്. വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നതും എങ്ങനെ നോക്കി നിൽക്കും. പ്ലേറ്റിലുള്ളത് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും, ഇനിയും വേണോ എന്ന് ചോദിക്കും. വേണമെന്ന് പറഞ്ഞാൽ ഉമ്മന്റെ ഓഹരി എടുത്തു തരൂ. അപ്പൊ ഉമ്മക്ക് വേണ്ടേ എന്ന് ചോദിച്ചാൽ ഉമ്മ പറയും, ഉമ്മക്ക് വിശക്കുന്നില്ല, അല്ലെങ്കിൽ വയറിന് സുഖമില്ല. അർഹമുർ-റഹീമേ, ഞങ്ങൾക്കന്ന് ബുദ്ധിക്ക് വികാസമെത്താത്തത് കൊണ്ട് ഞങ്ങൾ പശയടക്കി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന കാരണത്താൽ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളോട് കളവ് പറഞ്ഞതാണ്. ഉമ്മന്റെ ഓഹരി ഞങ്ങൾക്ക് തന്നിട്ട് അതും കൂടെ മക്കള് കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഉമ്മക്ക് വേണ്ടാഞ്ഞിട്ടല്ല, വയറിന് അസുഖമുണ്ടായിട്ടല്ല. മക്കള് പശയടക്കി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് കളവ് പറഞ്ഞതാണ്. അർഹമുർ-റഹീമേ, ഞങ്ങളെ മാതാപിതാക്കളെ ഇരു ലോകത്തും നീ വേദനിപ്പിക്കരുത് അല്ലാഹ്. മുഅ്മിനീങ്ങളെ,
ഇതെന്റെ ചെറുപ്പകാലത്തെ കുട്ടിക്കാലത്തെ അനുഭവമാണെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ബാപ്പമാർക്ക് എത്ര അനുഭവങ്ങളുടെ കെട്ടു തുറക്കാനുണ്ടാകുമല്ലേ? എന്നാൽ അറിയുമോ നിങ്ങള്, കോട്ടക്കൽ അടുത്ത പ്രദേശത്ത് ദറസിന് വേണ്ടി ഉസ്താദ് എന്നപ്പോ പള്ളിയിൽ വെച്ച് ഉസ്താദ് അവர்கள் പ്രസംഗിച്ചു. മുഅ്മിനീങ്ങളെ, ധാരാളം മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ പള്ളിയിൽ ദറസ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ, അവരെ ഒന്ന് ഏറ്റെടുക്കണേ. അല്ലാഹുവിന്റെ ദീനിനൊരാൾ ജീവൻ കൊടുത്താൽ അവന്റെ ജീവിതം റബ്ബ് നോക്കിക്കൊള്ളും. കാരണം മല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം, ഇൽമു അല്ലാഹുവിന്റെ ദീനിന്റെ ജീവനല്ലേ. ആ ഇൽമു നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കൈവച്ച് തന്നാൽ റബ്ബ് നിങ്ങളുടെ ജീവിതം ഏറ്റെടുക്കും കേട്ടോ. ഇത് പറഞ്ഞ പള്ളിയിൽ ഉസ്താദ് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ക്യാൻസർ വെടിവിട്ട് പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിൽ കഴിയുന്ന ഒരു ഹാജിയാരുണ്ട്. ക്യാൻസർ എന്ന രോഗം വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കിടപ്പിലായ ആളാണ്. അദ്ദേഹം പള്ളിയിലേക്ക് എഴുത്ത് കൊടുത്തു വിടുകയാണ്. സാറേ, എന്റെ വീട്ടിലേക്ക് ഇത്ര മുത്തഅല്ലിമീങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നോട്ടെ. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എന്റെ വീട്ടിലേക്ക് വന്നോട്ടെ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്റെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്നത് ഞാൻ അവർക്കും കൊടുത്തോളാം. ഇദ്ദേഹം ഇത് പറയാനുള്ള കാരണവും ഏതായാലും മരിക്കാൻ പോവുകയാണല്ലോ. അള്ളാഹുവിന്റെ ദീനിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കൈവച്ചാൽ നിങ്ങളുടെ ജീവിത വിഷയം റബ്ബ് നോക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതിലേക്ക് മുത്തഅല്ലിമീങ്ങളോട് വരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ധാരാളം മുത്തഅല്ലിമീങ്ങൾ ആ വീട് കേന്ദ്രീകരിച്ച് ഭക്ഷണത്തിന് പോയി. മാസങ്ങൾ പിന്നിട്ടു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കയറി വന്ന് ഉസ്താദ് അവരുടെ കൈ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി കതകങ്ങടച്ചു. കതക് കുറ്റിയിട്ടിട്ട് അദ്ദേഹം കാലിലെ തുണി അങ്ങ് പൊക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിന്റെ മുട്ടിൽ വലിയ മുഴകളുണ്ട്. വലിയ അർബുദം പോലത്തെ മുഴകൾ കണ്ടപ്പോൾ ഉസ്താദ് അത്ഭുതത്തോട് ചോദിച്ചു. അത്ഭുതത്തോടുകൂടി ഇതെന്താ വല്ല രോഗവുമാണോ? ഇദ്ദേഹത്തിന്റെ മറുപടി, മുംബൈയിൽ റോഡരികിൽ ഇരുന്ന് എന്റെ കാലിൽ വെച്ച് ഇളനീൻ വെട്ടിയതിന്റെ തയമ്പാണ് ഈ കാണുന്നത്. ഇത് അന്യ നാട്ടുകാരായ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാ, നാട്ടിൽ വന്നു നോക്കും എന്റെ വീട്ടിൽ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ഓരോ സമയവും കുറെ കുട്ടികൾ കയറി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവര് പിന്തിരിഞ്ഞു പോകുന്നു. ഇവിടെ വേറെയും കുറെ വീട്ടുകാരുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ, അവർക്കും ഇതൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് ഈ അന്യ നാട്ടുകാരായ കുട്ടികളെ വിടാൻ പാടില്ല. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കയറി വന്ന് കതക് കുറ്റിയിട്ടത് പറഞ്ഞ വർത്താനാണ്. ഉസ്താദവറുകള് ആകെ തിരിച്ചുപോയി. പടച്ചോനെ, മുത്തഅല്ലിമീങ്ങളുടെ അന്നാണല്ലോ ഈ മുടങ്ങുന്നത്. റബ്ബേ, അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് നാടും വീടും കൂട്ടവും കുടുംബവും ഒക്കെ വിട്ടു വന്ന മക്കളുടെ അന്നം മുടങ്ങാണല്ലോ. ഉസ്താദവറുകൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, ദർസയിട്ട് വന്ന ഘട്ടത്തിൽ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ആളുകളില്ലായിരുന്നു. ഇപ്പൊ പലരും മുത്തഅല്ലിമീങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളെ വീതിച്ചു കൊടുത്തേക്കാം. ഇദ്ദേഹത്തിന്റെ മറുപടി, കൊടുത്തേക്കാം എന്നല്ല, കൊടുക്കണോ. ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാനിവിടെ വന്നത് എന്റെ ബാപ്പ അറിയാൻ പാടില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ വന്നത് എന്റെ ബാപ്പ അറിയരുത്. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ ഗൗരവത്തിൽ ഇറങ്ങിപ്പോയി. ഉസ്താദ് അവറുകളും മുത്തഅല്ലിമീങ്ങളൊക്കെ നാട്ടിലെ പല വീടുകളിലേക്ക് വീതിച്ചു വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്നു. കൈപിടിച്ച് ഉസ്താദിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മകൻ ചെയ്തതുപോലെ കഥകടച്ചിട്ട് ആദ്യത്തെ ചോദ്യം, എന്റെ മകൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുന്നത് എന്റെ മകൻ ഇവിടെ വന്നിരുന്നോ എന്നതാണ്. ഉസ്താദിന് മനസ്സിലായി 2 ആഴ്ച മുമ്പ് വന്ന ചെറുപ്പക്കാരന്റെ ഉപ്പയാണല്ലോ ഇത്. ഉസ്താദ് മകനാണെങ്കിൽ കരാറാണല്ലോ, ഞാൻ വന്നത് പറയരുത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ മറുപടി. അത് പിന്നെ ദർസുമായിട്ട് വന്ന ഘട്ടത്തിൽ എല്ലാവരും മുത്തഅല്ലിമീങ്ങളെ ഏറ്റെടുക്കാനൊക്കെ പ്രയാസപ്പെട്ടപ്പോ അന്ന് ഞാൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് വിട്ടതല്ലേ. ഇപ്പൊ പലരും മുത്തഅല്ലിമീങ്ങളെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വീതിച്ച് നൽകിയതാണ്. ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, എന്റെ മകൻ ഇവിടെ വന്നോ ഇല്ലേ എന്നതല്ലേ ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറ.
സാധവർകളൊന്നും കിട്ടിയില്ല, മൗനം പാലിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഉസ്താദേ നിങ്ങൾക്കറിയുമോ, ദർസുമായി വന്ന ഘട്ടത്തിൽ പള്ളിയിലേക്ക് പോലും വരാൻ കഴിയാതെ ക്യാൻസർ പിടിപെട്ട് ഞാൻ എൻ്റെ വീട്ടിലെ കിടപ്പിലായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമി എന്നുള്ളത് അല്ലാഹുവിന്റെ ദീനിന്റെ ജീവനാണ്. ആരെങ്കിലും ദീനിന്റെ ജീവൻ നിലനിർത്തിയാൽ നിങ്ങളെ വിഷയം റബ്ബ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞില്ലേ? ഈ പ്രസംഗം പള്ളിയിൽ നിന്ന് കേട്ട് ഞാൻ നിങ്ങളിലേക്ക് എഴുത്തുവിട്ട് എൻ്റെ വീട്ടിലേക്ക് ധാരാളം മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസോ ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കിടന്ന് പൊളയുമ്പോ ഭക്ഷണത്തിന് വേണ്ടി വന്ന മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറഞ്ഞു, മക്കളെ രാത്രി നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോ ഒരു പക്ഷേ ഈ വീടൊരു മരണ വീടായേക്കാം. രാത്രി നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോ ഒരു പക്ഷേ ഇവിടെ ഒരു മരണ വീടായിരിക്കൂ. വേദന സഹിക്കാൻ പറ്റുന്നില്ല. മക്കളൊരു കാര്യം ചെയ്യൂ, മേടിക്കുന്ന വായ കൊണ്ട് അല്പം വെള്ളം മന്ത്രി ചൂതി തരുമോ? ആ വെള്ളം കുടിച്ചിട്ടെങ്കിലും എന്റെ വേദനയ്ക്ക് ഒരാക്കം കിട്ടട്ടെ എന്ന് പറയും. മേടിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവർക്കൊരു പക്ഷേ തെറ്റില്ലാതെ ഫാത്തിഹ ഓതി തീർക്കാൻ അറിയൂല. കാരണം ദർസിലേക്ക് വന്ന തുടക്കല്ലേ, പലരും മുണ്ടും കുപ്പായം മാറ്റി വന്നിട്ടല്ലേ ഉള്ളൂ, കൂടുതലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഈ മുത്തഅല്ലിമീങ്ങൾ ഒരു കപ്പിൽ വെള്ളമെടുത്ത് അവർക്കറിയുന്നത് ഊതിയിട്ട് അവർ തിരിച്ചു പോകുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ വെള്ളമെന്ന് കുടിക്കേണ്ട താമസോ അദ്ദേഹത്തിന്റെ രോഗം, അദ്ദേഹത്തിന്റെ വേദന അത് ശമിക്കുകയാണ്, ശമനം കാണുകയാണ്. തൊട്ടടുത്ത ദിവസം ചെന്ന് ഡോക്ടറെ സമീപിച്ചപ്പോ ഡോക്ടർ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എന്തൊരത്ഭുതമാണ് നിങ്ങളിൽ സംഭവിച്ചത്, നിങ്ങളിൽ ക്യാൻസറിന്റെ അംശം കാണുന്നില്ലല്ലോ, രോഗം മാറിയിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മുംബൈയിലെ എന്റെ കടയിലെ ജീവനക്കാരനാണ് എന്റെ മകൻ. ഒരു മാസം അവന് പണിയെടുത്താൽ അവന് കൊടുക്കേണ്ട സാലറി ഞാൻ എണ്ണി കൊടുക്കുന്നുണ്ട്. അവന്റെ സാലറി കൊണ്ടല്ല മുത്തഅല്ലിമീങ്ങളുടെ അന്നം ഞാൻ പോറ്റുന്നത്. അവന് പറ്റില്ലെങ്കിൽ അവന് വേറെ പണി നോക്കാം. പക്ഷേ എനിക്കൊരു പുതിയ ജീവിതം തന്ന എന്റെ മുത്തഅല്ലിമീങ്ങളുടെ അന്നം മുടക്കിക്കൂടാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ദർസുമായി സ്ഥാപനമായി നമ്മുടെ ഈ സംരംഭങ്ങളുമായി സഹകരിക്കാൻ കഴിയുക എന്നുള്ളത് അല്ലാഹ് നമുക്ക് നൽകുന്ന വലിയ തൗഫീഖാണ്. നിങ്ങൾക്കറിയുമോ, സാധുവായ ഞാൻ കണ്ണൂർ ജില്ലയിൽ വഅദിന് വേണ്ടി ചെന്നു. സുബ്ഹാനല്ലാഹ്, വഅദിന് വേണ്ടി ചെന്നപ്പോൾ അഭിമന്യരായ ഉസ്താദ് അവറുകൾ ഒറ്റ വാക്കിൽ എന്നെ സ്വാഗതം ചെയ്ത് പ്രസംഗത്തിന് ക്ഷണിച്ചുവെങ്കിൽ അന്ന് ആ മജ്‌ലിസിൽ ചെന്നപ്പോ ആശംസാ ഭാഷണത്തിന് വേണ്ടി നീണ്ട നിരയുണ്ട്. ഒരുപാട് ഉസ്താദുമാർ 5-10 മിനിറ്റ് ആശംസ പറഞ്ഞു. അവസാനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, എന്തിനാ ഞാൻ ചുരമിറങ്ങിയിട്ട് കണ്ണൂരിലേക്ക് പോയത്? ഇവിടെ തന്നെ നല്ല വഅളന്മാരായ ഉസ്താദുമാരുണ്ടല്ലോ, അവര് തന്നെ വഅള് പറഞ്ഞ പോരെ എന്നൊക്കെ എന്റെ മനസ്സിലിങ്ങനെ തോന്നി. അവസാനം എന്നെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ ഒരു ഉസ്താദ് ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് കൂടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്നിട്ട് പ്രസംഗിച്ചാ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 5 അല്ല 10 വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ നാടല്ലേ, നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ തന്നെ പറയണ്ടേ, നിങ്ങളുടേത് കഴിഞ്ഞ് ഞാൻ എന്റെ വിഷയം പറഞ്ഞോളാം. അദ്ദേഹം എണീറ്റ് നിന്ന് പറഞ്ഞത്, ആ നാട്ടുകാരോട് പറയുകയാണ്, നാട്ടുകാരെ, ഞാനൊരു കർണാടകക്കാരനാണല്ലോ, നിങ്ങളുടെ പള്ളിയിൽ വന്ന മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. പരിശുദ്ധ റമളാനിൽ ഒരസമയത്ത് ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ, പള്ളിയിൽ മറ്റാരുമില്ലാത്തൊരു സമയോ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ എടുത്തു തുറന്ന് അദ്ദേഹം അങ്ങനെ പൊട്ടി കരയുകയാണ്. കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാലിട്ടൊഴുകുന്നുണ്ട്.
ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്ന് പൊട്ടിക്കരഞ്ഞ് ഖുർആൻ ഓതുകയോ, ഇദ്ദേഹത്തിന് വല്ല രോഗവും ഉണ്ടാകുമോ, വല്ല പരീക്ഷണവും ഉണ്ടാകുമോ? എന്തേ ഇങ്ങനെ തേങ്ങി പൊട്ടിക്കരയാൻ ഞാനതെങ്ങനെ നോക്കി നിന്നു. അദ്ദേഹം ഒരുപാട് സമയം പൊട്ടിക്കരഞ്ഞ് ഖുർആൻ ഓതി. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തേങ്ങി കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ കഴിഞ്ഞ് പരിശുദ്ധ ഖുർആൻ അവിടെ വെച്ച് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടുത്തുകാരനാണ്? വല്ല വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ, കഴിയുന്ന വിഷയമാണെങ്കിൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തിനെങ്ങനെ കരയുന്നു? വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ എനിക്ക് കഴിയുന്നതാണ്, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, സഹകരിക്കാം. ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ഇന്നത്തെ പത്രം കണ്ടിട്ടില്ലേ നിങ്ങൾ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പത്രം കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും എന്റെ മനസ്സിൽ പോയത്, പടച്ചവനെ, ഇദ്ദേഹത്തെ കുറിച്ച് വല്ല അപകീർത്തിപ്പെടുത്തുന്ന വാർത്തയും പത്രത്തിൽ വന്നത് ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു, പത്രമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വല്ല വിശേഷമുണ്ടോ? ഇദ്ദേഹം പറഞ്ഞ മറുപടി, അതെ, മർകസുസ് സഖാഫത്തി സുന്നിയിൽ നിന്ന് മുത്തവ്വലിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാം റാങ്കുകാരൻ ഞാനാണ്. എന്റെ ഫോട്ടോ സഹിതം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനാണോ നിങ്ങൾ ഇങ്ങനെ തേങ്ങിക്കരയുന്നത്? അതിനാണോ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ഇദ്ദേഹത്തിന്റെ മറുപടി, ഈ റാങ്ക് വരുമ്പോൾ ഈ വാർത്ത കാണാനും ഈ വാർത്ത അറിയാനും എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തിയുണ്ട്. ഈ പള്ളിയുടെ പരിസരത്തുള്ള മദിയമ്പത്ത് സൂഫി ഹാജി എന്ന് പറയുന്ന മാന്യദേഹമാണ്. അദ്ദേഹമാണ് എനിക്ക് കിതാബ് മേടിച്ചു തന്നത്. അദ്ദേഹമാണ് എനിക്ക് വസ്ത്രം മേടിച്ചു തന്നത്. അദ്ദേഹമാണ് എനിക്ക് കിതാബ് ഓതാൻ വേണ്ടി പലപ്പോഴും വണ്ടിക്കൂലി തരാറുള്ളത്, ദറസിലേക്ക് പോവാനുള്ള ബസ് കൂലി തരാനുള്ളത്. പക്ഷേ ഈ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഹയാത്തിലില്ലല്ലോ റബ്ബേ. ഇത് കാണാനും അറിയാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹയാത്തിലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഞാൻ വല്ലതും ചെയ്യണ്ടേ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ സങ്കടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ റിസൾട്ട് കണ്ട ഉടനെ, ഈ വാർത്ത കണ്ട ഉടനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റബ്ബിനോടൊന്ന് പറയട്ടെ, ഒന്നൊരൽപ്പം ഖുർആൻ ഓതി ദുആ ചെയ്യട്ടെ എന്ന് കരുതി പള്ളിയിൽ വന്നിരുന്നതാണ്. ഉസ്താദ് അവർകൾ ആ നാട്ടുകാരോട് ചോദിക്കുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു മകൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാകുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സദസ്സിൽ ഈ പ്രശോഭിതമായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളില്ലേ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കാണിക്കുന്ന കരുണ വായ്പകൾ, നമ്മുടെ സ്ഥാപനത്തിനോട് കാണിക്കുന്ന സഹകരണങ്ങളില്ലേ, കണ്ണടഞ്ഞു കഴിഞ്ഞാൽ നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ ഒരുപക്ഷേ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നാലുമില്ലെങ്കിലും പള്ളി മിഹ്റാബുകളിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ നാഥനായ റബ്ബിലേക്ക് കൈമലർത്തിയിട്ട് 5 നേരവും നമുക്കൊരു ദുആ ലഭിക്കണോ? ഈ മുതഅല്ലിമീങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളതാണ്. നമ്മുടെ സ്ഥാപനം അതിനുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഇതുമായി സഹായിച്ചവരും സഹകരിച്ചവരുണ്ട്. വലിയ ബറക്കത്തും റാഹത്തും നീ നൽകണേ റഹ്മാനേ. വലിയ സന്തോഷം നീ നൽകണേ റഹ്മാനേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. തിത്മീർ എന്ന് പറയുന്ന നായക്ക് സ്വർഗം കിട്ടിയത് ഔലിയാക്കളെ മഹബ്ബത്ത് വെച്ചതിന്റെ പേരിലാണെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അജ്മീർ ശൈഖ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളെ മാത്രമല്ല, ഇന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്ന ദിവസമല്ലേ? റജബിൽ ധാരാളം മഹാന്മാർ വഫാത്തായി പോയിട്ടില്ലേ? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായത് ഈ മാസത്തിലല്ലേ? ധാരാളം മഹാന്മാർ ഈ മാസത്തിൽ വഫാത്തായിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷം നീ എത്തിക്കണേ റഹ്മാനേ. ഈ സദസ്സിന്റെ സന്തോഷം നീ എത്തിക്കണേ റഹ്മാനേ.
റഹ്മാനേ, ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോവുകയല്ല. ഇത് മിഅ്റാജിന്റെ നേർച്ച കൂടെയാണല്ലോ. മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തായ തങ്ങൾക്ക് ഒരാനന്ദം കിട്ടാൻ വേണ്ടി രാജാതിരാജനായ റബ്ബ് പ്ലാൻ ചെയ്ത യാത്രയല്ലേ, ടൂറായിരുന്നില്ലേ ഇസ്രാ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ഹബീബായ തങ്ങൾ മടങ്ങി വരുമ്പോൾ മുത്തായ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി അല്ല കൊടുത്ത സമ്മാനമായിരുന്നില്ലേ നിസ്കാരോ? ദീനിനെ സ്നേഹിച്ച് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ ദീൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഈ മജ്ലിസിലേക്ക് വന്ന മുത്തുമുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവന്റെ തുടിപ്പ് ശരീരത്തിലുണ്ടോ, ബുദ്ധിയുണ്ടോ, കിടക്കുന്ന ബെഡിൽ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്താൽ പോലും നിസ്കാരം ഒഴിവാകുന്ന ഘട്ടമില്ല കേട്ടോ. സൽക്കാരത്തിന്റെ പേര് പറഞ്ഞിട്ടോ, കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ടോ, പഠനത്തിന്റെ പേര് പറഞ്ഞിട്ടോ, ഏത് വിഷയമാവട്ടെ, അല്ലാഹുവിന്റെ ദീനിൽ മുടക്കമില്ലാതെ കൃത്യമായി നിത്യമായി നിർവഹിക്കേണ്ട ഒരു കർമ്മമുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. നിസ്കാരമാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമാണ്. ഹജ്ജല്ല, ഉംറയല്ല, അതിനേക്കാളൊക്കെ ആഖിറത്തിൽ വന്നാൽ അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയോട് ആദ്യമായി ചോദിക്കപ്പെടുന്ന വിഷയം തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളോട് ഉണർത്തട്ടെ, മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് ഉമ്മമാരെ, സഹോദരിമാരെ, ഒരിക്കലും ഫർള് നമസ്കാരം ഖളാ ആക്കരുതേ. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, ഓ എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, കൂട്ടുകാരെ, ഖൂലു അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മഹ്റൂമാ. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് ദ്വാരക്കാൻ പറയാണ്, പടച്ചോനെ, ഞങ്ങളിൽ നന്മ തടയപ്പെടുന്നവരെ, പരാജിതരായ ആളുകളെ ഞങ്ങളിൽ നീ ഒഴിച്ചിട്ടേക്കരുത് അല്ലാ. പരാജിതരെ ഞങ്ങളുടെ കൂട്ടത്തിൽ തരരുത് റബ്ബേ. നന്മ തടയപ്പെട്ടവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ നൽകരുത് അല്ലാ. ഇത് ദ്വാരക്കാൻ പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ തിരികെ ചോദിക്കുകയാണ്, അതദ്റൂന മനിശ്ശഖിയുൽ മഹ്റൂം, ആരാണ് നന്മ തടയപ്പെട്ടവൻ, ആരാണ് പരാജയപ്പെട്ടവൻ? ഇത് നിങ്ങൾക്കറിയുമോ കൂട്ടുകാരെ? എന്നിട്ട് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അശ്ശഖിയുൽ മഹ്റൂമു താരിഖുസ് സ്വലാത്ത്, നന്മ തടയപ്പെട്ടവൻ, പരാജിതൻ, നിസ്കാരം ഒഴിവാക്കുന്നവനാണ്. ഫഇന്നഹു ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം, അവന് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. രാജാതിരാജനായ റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകൾ എത്ര വലുതാണ്. സാധുവായ ഞാൻ സേവനം ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിൽ കാശ്മീരിന്റെ മണ്ണിൽ ദഅവത്തിന്റെ വലിയ വിളക്കുമാടം കത്തിച്ചു വെച്ച അഭിവന്യരായ ഷൗക്കത്ത് നഈമി ബുഖാരി ഉസ്താദ് യാദൃശ്ചികമായി ഒരിക്കൽ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വന്നു. ആ വന്ന ഘട്ടത്തിൽ സ്ഥാപനത്തിലുള്ള കുട്ടികളോട് അദ്ദേഹം ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരനുഭവം സാന്ദർഭികമായി ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, എന്റെ ഒരു പണ്ഡിതനായ സഖാഫി സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനൊരു ചെറിയ മകളുണ്ട്. ആ കുട്ടിക്ക് കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥിയില്ല,
കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥിയില്ലാത്തത് കൊണ്ട് കണ്ണ് തുറന്ന് അടക്കാൻ കഴിയൂല. ഉറങ്ങുന്ന സമയമല്ലാത്ത മുഴുവൻ സമയവും ഈ കുട്ടിയുടെ കണ്ണിലേക്ക് മരുന്നൊറ്റിച്ചുകൊണ്ടേയിരിക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ. ഈ സദസ്സിൽ വന്ന് എത്ര തവണ നമ്മൾ കണ്ണ് തുറന്നടച്ചുവല്ലേ? വല്ല പ്രയാസവും നമ്മൾ അറിഞ്ഞോ? വല്ല വേദനയും നമ്മൾ നേരിട്ടോ? സാധുവായ ഞാൻ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ യാത്രയിൽ ഒരു ടീം എന്നോട് തീർക്കാൻ പറഞ്ഞ വിഷയം ഇതൊരു കുഞ്ഞി മോളുടേതാണെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥിയില്ലാത്തത് കൊണ്ട് കണ്ണ് തുറന്നടക്കാൻ അസഹ്യമായ വേദനയാണ്, വലിയ പ്രയാസമാണ്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ നിസാരമായ കണ്ണിലെ ഒരു ഗ്രന്ഥി, ഒരു നനവ്, ആ നനവൊന്നെടുത്ത് മാറ്റിയാൽ തീർന്നില്ലേ നമ്മുടെ എല്ലാ പത്രാസും, കഴിഞ്ഞില്ലേ നമ്മുടെ എല്ലാ ഫഖറും. വളരെ വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ചിന്തിച്ചിട്ട് രാജാതിരാജനായ റബ്ബ് നമ്മുടെ മുന്നിൽ നിർബന്ധമാക്കിയ നിസ്കാരമെന്ന മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത ഈ മാസത്തിലല്ലേ സമ്മാനമായി കിട്ടിയത്. ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കരുത് ഉമ്മ. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞത് കണ്ടോ നിങ്ങൾ? ഇദാ തറക റജുലു ഫരീളതൻ വാഹിദതൻ മുതഅമ്മിദൻ കുതിബ ഇസ്മുഹു അലാ ബാബിന്നാർ. ഒരാൾ ബോധപൂർവം മനഃപൂർവം ഒരു നിസ്കാരം ഒരൊറ്റ ഫർദ് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ കുതിബ ഇസ്മുഹു അലാ ബാബിന്നാർ, നരകത്തിന്റെ കവാടത്തിന്റെ മേൽ അയാളുടെ പേര് എഴുതി വെക്കുകയാണ്. ഫുലാനുൻ ലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിഹിന്നാർ. തൊറ്റ ഫർദ് നമസ്കാരം ഒരാൾ ബോധപൂർവം ഒഴിവാക്കുകയാണെങ്കിൽ കുതിബ ഇസ്മുഹു അലാ ബാബിന്നാർ, നരകത്തിന്റെ കവാടത്തിൽ എഴുതപ്പെടും. ഫുലാനുൻ ലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിഹിന്നാർ, ഇന്നാലിന്ന മനുഷ്യൻ അയാൾക്ക് നരക പ്രവേശനത്തിന് തൊട്ട് കൂടാതെ കഴിയൂല, തീർച്ചയായും നരകത്തിൽ കിടന്നേ മതിയാകും. ഒരൊറ്റ നിസ്കാരത്തിന്റെ വിഷയം ഇങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ചില തീരുമാനങ്ങൾ എടുക്കാനും പ്രതിജ്ഞകൾ പുതുക്കാനും നമുക്കെല്ലാവർക്കും കഴിയണം. നാഥനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് മഹാനായ ഖുതുബുൽ ആലമിന്റെ നാമധേയത്തിൽ അവിടുത്തെ സ്മരണയിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത്. അല്ലാഹു തആല ഖുതുബുൽ ആലമിന്റെ മദദ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ.